ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നിനക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാതെ, ഇത്രയും മനോഹരായിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുമാത്രല്ല, നീ എൻ്റെ ബർത്ത്ഡേ ഓർത്തു വയ്ക്കുന്നു പോലും ഞാൻ വിചാരിച്ചില്ല. വേറെ എന്ത് മറന്നാലും നിന്റെ ബർത്ത്ഡേ അത് ഞാൻ ഒരിക്കലും മറക്കില്ല റയാൻ. വാ, കേക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ റയാൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. റയാൻ, നിനക്ക് ഇത് മാത്രല്ല, ഇനിയും ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. ഇനിയും സർപ്രൈസോ? എന്താ അത്? അതൊക്കെ ഉണ്ട്. ഇതാ ശരിക്കുമുള്ള സർപ്രൈസ്. നീ ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ചേ. ഇനി കണ്ണു തുറന്നോ. റയാൻ, ഐ നോ യു ആർ സർപ്രൈസ്ഡ്. നോർമലി ഇങ്ങനെയൊക്കെ ആൺകുട്ടികളെ ചെയ്യാം, പക്ഷേ എൻ്റെ കാര്യത്തിൽ തിരിച്ചായി. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. കുട്ടിക്കാലം മുതലേ നമ്മൾ കണ്ടു വളർന്നതാ. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴാണ് നിന്നോട് ഇഷ്ടമായെന്ന് എനിക്ക് പോലും അറിയില്ല. എൻ്റെ ഇഷ്ടം അതൊരിക്കലും നീ അറിയാതെ പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനൊരു ഒക്കേഷൻ തന്നെ ഞാൻ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ ബർത്ത്ഡേ നിനക്ക് ഒരുപാട് സ്പെഷ്യലാ, അതുപോലെ എനിക്കും. നീയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് സ്പെഷ്യലാ റയാൻ. സോ വിൽ യു ബി മൈ ബോയ് ഫ്രണ്ട്? നീ എന്താ ഒന്നും പറയാത്തത് റയാൻ? ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് എന്നെ ഇഷ്ടല്ലേ? എന്ത് ചോദ്യ ജസീദ്? നമ്മള് ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരല്ലേ. എനിക്ക് നിന്നെ ഇഷ്ടമല്ലാതിരിക്കൂ? പെട്ടെന്ന് ഇങ്ങനൊരു പ്രപ്പോസൽ വന്നപ്പോൾ അതുകൊണ്ടാ ഞാൻ ഓക്കെ ആണ്. യെസ്, ഐ വിൽ ബി യുവർ ബോയ് ഫ്രണ്ട്. റയാൻ, എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും കാലമായി കാത്തിരുന്നത്. പേടിയായിരുന്നു നിന്റെ അടുത്ത് ഇത് പറയാൻ. നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ അങ്ങനെ പറയാതിരുന്നു. പക്ഷേ ഇനി അത് പറ്റില്ലെന്ന് തോന്നി. അതുകൊണ്ടാ. ഇത് സത്യം തന്നെയല്ലേ? ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തോന്നുന്നതാ. ഇതൊന്നും സ്വപ്നമല്ല, എല്ലാം യാഥാർത്ഥ്യമാണ്. റയാൻ, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. Can I kiss you? അയ്യേ, സ്വപ്നായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സമയം 4 ആയിട്ടുള്ളൂ. വേഗം കുളിച്ച് റെഡിയായിട്ട് റയാനെ കോൾ ചെയ്യാം. എന്നിട്ട് നാളെ രാവിലെ തന്നെ വരാൻ പറയാം. എനിക്ക് ഉറപ്പുണ്ട് ഈ കണ്ട സ്വപ്നം ഫലിക്കും. അന്ന് നീ കുറെ ഗുണ്ടകളയച്ച് എന്നോട് പകരം വീട്ടാൻ ശ്രമിച്ചില്ലേ? ഞാൻ ഇത്രയും പെട്ടെന്ന് നിന്നെ ഇതുപോലെ എൻ്റെ കൈ കിട്ടുമെന്ന് എൻ്റെ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. എന്താ, നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? അതോ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എൻ്റെ അടുത്ത് നീ ഓരോ വട്ടം ചതിക്കുമ്പോഴും നിന്റെ നാവിന് നല്ല നീളായിരുന്നല്ലോ. അപ്പോഴൊന്നും ഇതുപോലെ
തല കുമ്പിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അന്നേ ഞാൻ മനസ്സിൽ കരുതിയതാ ഇതുപോലൊരു ദിവസം. നീ എന്താ വിചാരിച്ചേ? നിനക്ക് മാത്രമേ എപ്പോഴും ജയിക്കാൻ കഴിയുള്ളൂ എന്നു. നീ എന്നോട് ചെയ്ത ചതിക്ക ഇപ്പോ നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് നീ മറക്കരുത്. ഇനി ദൈവം മറന്നാലും ഈ എബ്രിഡ് മറക്കില്ല. എബ്രിഡിനെ ചതിച്ചവരാരും ഇന്ന് ജീവനോടെ ഇരിപ്പില്ല. അത് നിനക്കറിയാലോ ഫ്രെഡി. എന്നിട്ടും നീ വേണ്ടായിരുന്നു. നീ ചതിച്ചപ്പോ എനിക്ക് നഷ്ടപ്പെട്ട പലതുണ്ട്. അതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു. പക്ഷേ നിന്നോടുള്ള പക, അത് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇന്ന് ഞാനത് തീർക്കും. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ചെയ്തതിന് നിങ്ങൾ എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചില്ലേ? എന്നിട്ട് മതിയായില്ലേ? നിന്റെ അനിയൻ എന്നെ ചതിച്ചിട്ടാ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്. പക്ഷെ എന്നെ കൊല്ലാതെ നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇത്ര അധപതിച്ചിട്ടും ഇവിടെ ഈ അവസ്ഥയിൽ എത്തിയിട്ടും നിന്റെ ഒരു കോൺഫിഡൻസ്, അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഫ്രെഡി, നീ ഈ നാവ് കൊണ്ടാ പലപ്പോഴും ഞങ്ങളെ പറ്റിച്ചത്. നിന്റെ വിചാരം നീ വലിയ ആളാന്നാ. ആരെയും പറ്റിക്കാം, എന്തും ചെയ്യാമെന്നൊക്കെയാ നീ കരുതുന്നത്. പക്ഷേ അതൊന്നും നിന്റെ കഴിവല്ല. കാരണം നിന്നെ വിശ്വസിക്കുന്നവരെ പറ്റിക്കുക എന്നുള്ളത് ആരെ കൊണ്ടും പറ്റും. ഞങ്ങളെ നിന്നെ അത്രയധികം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാ നിനക്ക് എളുപ്പത്തിൽ ഞങ്ങളെ പറ്റിക്കാൻ പറ്റിയത്. ഫ്രെഡി, നിന്നെ ഇത്രയും കാലം ഞങ്ങൾ വെറുതെ വിട്ടത് നിന്നോട് ഞങ്ങൾക്കുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അതിന് പറ്റിയ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു നിമിഷത്തില് നിന്നെ ഞങ്ങൾ കൊന്നു കഴിഞ്ഞ എല്ലാവരും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും അത് ഞങ്ങളാ ചെയ്തതെന്ന്. കാരണം ഞങ്ങൾക്ക് നിന്റെ അടുത്ത് ഒരു ശത്രുതയുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 5 years ആയി. ഇനിയിപ്പം നിന്നെ ഞാൻ കൊന്നാലും നിന്റെ വേറെ ഏതെങ്കിലും ശത്രുക്കൾ കൊന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം. അതുകൊണ്ടാ ഞങ്ങൾ കാത്തിരുന്നത്. അഴിച്ചു വിടടാ എന്നെ. അയ്യോ, ഫ്രെഡി സാറിന് ദേഷ്യം വരുന്നുണ്ടോ? ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുമ്പോ അല്ലേലും ഭയങ്കര ബോറാന്നേ. അപ്പോ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുത്താനും എനിക്കും ഒട്ടും താല്പര്യമില്ല. അപ്പോ നിനക്ക് എൻ്റെ കലാപരിപാടികൾ കാണണ്ടേ? ജാനി, തുടങ്ങിക്കോ. സത്യം പറഞ്ഞ നിന്നെ കൈ കെട്ടിക്കഴിഞ്ഞ പിഷ്കോ ഒറ്റ വെടി തീർക്കണമെന്നാ ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നീ ചെയ്തു വെച്ച കാര്യങ്ങൾ നോക്കുമ്പോ നിന്നെ അങ്ങനെ കൊന്നു കഴിഞ്ഞ ഞങ്ങൾക്കൊരു തൃപ്തി കിട്ടില്ലടോ. അതുകൊണ്ട് നമ്മുടെ പഴയ പരിപാടി തന്നെ, ദ മോസ്റ്റ് ബ്രൂട്ടൽ കില്ലിങ്. നിനക്കറിയായിരിക്കും. അങ്ങനെ വെറുതെ ഒന്നും
ചാവേണ്ടവനല്ല നീ. ഇഞ്ചിഞ്ചായി മരിക്കണം. അതെനിക്ക് കാണണം. ഏപ്രിൽ, ഏപ്രിൽ, വേണ്ട പ്ലീസ്. അച്ചായ, അവൻ ചത്തു. എന്താ ചെയ്യണ്ടേ? ബോഡി ആരുടെയും കണ്ണിൽ പെടാത്ത വിധം എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്. എന്തു അച്ചായ, ഞാനങ്ങ് പേടിച്ചു പോയി. ഇത്രയും വലിയ മാഫിയായ എൻ്റെ ഭാര്യയ്ക്കും പേടി. പിന്നിൽ നിന്ന് ഇതുപോലെ വന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പേടിക്കും. അല്ല, മോനെന്താ ഈ സമയത്ത് ഇവിടെ? ഈ സമയത്ത് കിച്ചണിലേക്ക് വരാൻ പാടില്ലെന്ന് വല്ല നിയമവും പാസ്സാക്കിയിട്ടുണ്ടോ നീ? ഞാനൊരു നിയമവും പാസ്സാക്കിയിട്ടില്ല. പിന്നെ സാധാരണ നിങ്ങള് 8 മണിയൊക്കെ ആകുമ്പോഴല്ലേ എണീക്കാറ്? ആള് 7 മണിയായപ്പോ കിച്ചണിലോട്ട് വന്നത് കണ്ട് ചോദിച്ചു പോയതാ. അതെന്താന്ന് വെച്ചാലേ, രാവിലെ എഴുന്നേറ്റപ്പോ നല്ല റൊമാൻറ്റിക് മൂഡ്. അപ്പോ എൻ്റെ ഭാര്യയെ കാണാൻ തോന്നി. അതാ ഞാൻ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഇങ്ങോട്ട് വന്നേ. അയ്യോ വീടച്ചായ, എന്തോ നീ കാണിക്കുന്നേ? ഇത് കിച്ചണുള്ള ബോധം വേണം. അച്ചായനെങ്ങാനും കണ്ടുവന്ന തീർന്നു. അനങ്ങാതിരിക്കേ. അതിന് അച്ചായൻ ഇവിടെ ഇല്ലല്ലോ. ഏ, അച്ചായൻ ഇവിടെ ഇല്ലെന്നോ? ഇന്നലെ രാത്രി വന്നു കിടന്നതാണല്ലോ. പിന്നെ ഇങ്ങോട്ട് പോയി? ഓ, നീ ഇങ്ങനെ ടെൻഷനാവാതെ. അച്ചായൻ നാട് വിട്ടു പോയതൊന്നും അല്ല. നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന ക്ലയൻറ്റ് US-ൽ നിന്ന് എത്തിയിട്ടുണ്ട്. ആള് പെട്ടെന്നാ ഇന്നലെ ലാൻഡ് ചെയ്യുന്ന കാര്യം വിളിച്ചു പറഞ്ഞത്. ഇന്നലെ നൈറ്റ് ഒരു 11 മണി നേരത്ത് അച്ചായൻ വിളിച്ചിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ നീ ഉറങ്ങുന്നതുകൊണ്ട് നിന്നോട് പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അച്ചായനിന്ന് പുലർച്ചെ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് പോയെന്നാ തോന്നുന്നത്. സാധാരണ അച്ചായൻ പറയാതെ പോവാറില്ലല്ലോ. അതാ പെട്ടെന്ന് കേട്ടപ്പോ അങ്ങ് ടെൻഷനായത്. അപ്പോ ഇപ്പൊ സമാധാനായല്ലോ. ഇനിയപ്പോ ഞാൻ വന്ന കാര്യത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആണോ? ശരിയപ്പോ ഞാനിപ്പോ തന്നെ അങ്ങോട്ട് എത്താം. അച്ചായ, എന്താ, എന്തു പറ്റി? ഏയ്, പേടിക്കാനൊന്നുമില്ല. മീറ്റിങ്ങിന് പോയില്ലേ അച്ചായൻ? ആ മീറ്റിങ്ങിലേക്ക് എന്നോടുകൂടി ചെല്ലാൻ പറഞ്ഞു വിളിച്ചതാ. ഞാൻ ഇറങ്ങട്ടെ. അതായിരുന്നു. എങ്കിൽ അച്ചായ റെഡി ആയിട്ട് വേഗം ഇറങ്ങാൻ നോക്കിക്കോ. ഡാനി എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട് പോകുന്നേ? നമ്മുടെ ബിസിനസിന്റെ ഒരു ക്ലയന്റ് US-ൽ നിന്ന് വന്നിട്ടുണ്ട്.
ആളായിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ടി എവിടെ ചയം പുലർച്ചെ പോയതാ. ഇപ്പോ ഡാനിനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. റയാൻ എങ്ങോട്ടെങ്കിലും പോവാണോ? ആ, ഞാനൊന്ന് പുറത്തു പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അല്ല, എബ്രിഡാണോ ഡാനിനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ? ഏയ് അല്ല, അത് ക്ലയന്റിന്റെ മാനേജറാ വിളിച്ചത്. എന്താ? എബ്രിഡ് ഒരിക്കലും ഡാനിനെ വേറൊരാളെ കൊണ്ട് വിളിപ്പിക്കില്ല. ഇതിലെന്തോ പ്രശ്നമുണ്ട്. എന്തു പറ്റി റയാൻ? എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എവിടെയാ മീറ്റിംഗ്? മീറ്റിംഗ് ഹിൽ പാലസിലാ. എന്താ, റയാനും അങ്ങോട്ട് പോവാണോ? അല്ല, ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതാ. എങ്കി ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, പോയിട്ട് വാ. അച്ചായന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഡാനി. യെസ്, ഡു യു നോ മീ? അറിയാം, നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞാനാ കുറച്ചു മുൻപ് ഡാനിയെ ഫോൺ ചെയ്തത്, മീറ്റിംഗിലേക്ക് വരാൻ പറഞ്ഞിട്ട്. ഓ, മിസ്റ്റർ പോളിന്റെ മാനേജർ. നൈസ് ടു മീറ്റ് യു. എവിടെയാ മീറ്റിംഗ് നടക്കുന്നത്? അത് പറയാനാ, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് മീറ്റിംഗ് ഇവിടെ നിന്ന് മാറ്റി. ഇപ്പോ വേറെ പ്ലേസിലാ. അങ്ങോട്ട് ഡാനിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിട്ടാ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. ഇത് അച്ചായം വിളിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നില്ല. എന്തോ ചതിയുണ്ട്. എന്തായാലും നേരിടാൻ ഈ ഡാനി ഒരുക്കാം. മിസ്റ്റർ ഡാനി, വണ്ടി എടുക്കണ്ട, എന്റെ വണ്ടിയെ പോവാം. ഞാൻ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. എൻ്റെ വണ്ടി ഞാൻ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാം. വാ, പോവാം. ഡാനിയുടെ മെസ്സേജ് ആണല്ലോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാ. എത്രയും പെട്ടെന്ന് ഡാനിനെ കണ്ടുപിടിക്കണം. ഡാനിയുടെ കാറ് ഹിൽ പാലസിന്റെ ഫ്രണ്ടിലുണ്ട്. അവൻ ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവോ? ഇല്ല, ചാൻസ് ഇല്ല. ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോവാനാ ചാൻസ്. പക്ഷെ എങ്ങോട്ട്? ഇവിടെ നിന്ന് എങ്ങോട്ടാ പോയെന്ന് എങ്ങനെ ഞാൻ കണ്ടെത്തും? താങ്ക് ഗോഡ്, അവൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. റയാൻ എന്തായി വരാത്ത? സമയം 10:30 കഴിഞ്ഞു. രാവിലെ 8 മണിയാകുമ്പോ എത്താന്ന് പറഞ്ഞതാ. ഇനി അവനെങ്ങാനും വരാതിരിക്കോ? അവൻ എന്നോട് വാക്ക് പറഞ്ഞതാ. അവൻ വരാതിരിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? എന്നെ മനസ്സിലായോ? നിന്നെ ആർക്കാ അറിയാത്തത്? ഈ ലോകത്തിലെ ഏറ്റവും നീചനും വഞ്ചകനുമായ മാഫിയ ഡോൺ. ഓ, നിങ്ങള് പിന്നെ പുണ്യപ്രവൃത്തിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും മാഫിയ ബിസിനസ് തന്നെയല്ലേ ചെയ്യുന്നത്? ശരിയാ, ഞങ്ങളും ചെയ്യുന്നത് മാഫിയ ബിസിനസ് തന്നെയാ. പക്ഷേ ഞങ്ങൾ ഇന്നേ വരെ ഒരു പാവങ്ങളെയും ഉപദ്രവിച്ചിട്ടില്ല, ആർക്കും ദ്രോഹവും ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലുള്ള നാറികളെ കൊല്ലുക മാത്രമേ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ സമ്മതിച്ചു തരുന്നു. നീയും നിന്റെ അച്ചായനും പാവങ്ങളെ ഇന്നേ വരെ ദ്രോഹിച്ചിട്ടില്ല. ഓ, ഒരാളുടെ കാര്യം പറയാൻ മറന്നു.
നിങ്ങളെ രണ്ടുപേരുടെയും തന്ത മിസ്റ്റർ ജോൺ സാമുവൽ, അദ്ദേഹം പാവങ്ങളുടെ ദൈവമായിരുന്നല്ലോ. ഒരാളെ പോലും ഉപദ്രവിക്കാത്ത ഒരു മനുഷ്യൻ. നിങ്ങൾ പാവങ്ങൾ ഉപദ്രവിക്കുന്നില്ല, ഞങ്ങൾ ഉപദ്രവിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അപ്പോ ഞങ്ങൾക്കും തിരിച്ച് നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഡാനി. തന്റെ പറഞ്ഞപ്പോ രക്തം തളയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ സുഖവിവരം അന്വേഷിക്കാനല്ല, നിന്നെ കൊന്ന് തള്ളാനാ. നീ എന്താ വിചാരിച്ചേ ഞാനൊന്നും അറിയാതെ ഇങ്ങോട്ട് വന്നേന്നു? അല്ല, ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇങ്ങോട്ട് വണ്ടി കയറിയത്. അപ്പോഴും നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലേ? എന്ത് പ്രതീക്ഷിച്ചിട്ടാ നിന്റെ അച്ചായം നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് നീ കരുതുന്നുണ്ടോ? എൻ്റെ അച്ചായനെ ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങിലാണ്. പോരാത്തതിന് ഫോൺ സ്വിച്ച് ഓഫ്. നിങ്ങളാകെ ഒരു 10-20 പേരല്ലേ ഉള്ളൂ. അതിന് ഈ ഡാനി ഒറ്റയ്ക്ക് മതി. അതിന് നീ ഒറ്റയ്ക്കല്ലല്ലോ ഡാനി.